എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽ പിക്ചേഴ്സിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ സാമാന്യ രൂപം ax+b എന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഗ്രാഫിൽ നിന്ന് പോളിനോമിയൽ കണ്ടെത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി പോളിനോമിയൽ വിച്ച് ഓഫ് ദീസ് ലൈൻസ് ആസ് their ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് താഴെ തന്നിരിക്കുന്ന ഗ്രാഫ് സൂചിപ്പിക്കുന്ന പോളിനോമിയൽ ഏതാണെന്ന് പറയണം. ഒന്നാമത്തെ ഇതാണ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പോളിനോമിയൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് പോളിനോമിയലിന്റെ രൂപം ഏതാണെന്ന് അറിയാം. P of x equal to ax+b. അപ്പൊ ax+b എന്നുള്ളതിൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് പോളിനോമിയൽ എഴുതാം. കാരണം ബാക്കി ഇവിടെ കോമൺ ആണ്. അപ്പോ എയും ബിയും കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് കണ്ടീഷൻ ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് രണ്ട് കണ്ടീഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഇതിനകത്ത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. കണ്ടോ? ഇപ്പൊ P of 0 equal to 1 ആണ്. അതായത് ഹൊറിസോണ്ടൽ ലൈനിൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 1 ആണ്. P of 0 equal to 1. വേറെ ഒരു പോയിന്റ് -1ന് കറസ്പോണ്ടിങ് ആയിട്ട് -2 ആണ്. ഇപ്പൊ P of -1 equal to P of -2 എന്ന് കിട്ടും. അപ്പൊ P of -1 ഉണ്ടോ? -1ന് നേരെ ഗ്രാഫില് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ -2. ഇതാണ് P of x, ഇത് x. അപ്പൊ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് P of x ലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നടക്കണം -2. P of -1 -2. മറ്റൊന്ന് P of 0 P of 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P of 0 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനിലെ പോയിന്റ് 1 ആണ്. ഈ രണ്ട് കണ്ടീഷൻ, അങ്ങനെ ഗ്രാഫിൽ നിന്ന് രണ്ട് കണ്ടീഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന്, അതായത് ഹൊറിസോണ്ടൽ ലൈനിലെ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിലെ പോയിന്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ -2 ആണ്. അപ്പോൾ P of -1 എന്ന് പറയുന്നത് -2. അതുപോലെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പോൾ P of 0 1. ഈ രണ്ട് കണ്ടീഷൻ കിട്ടും. അപ്പൊ നമ്മൾ ലെറ്റ് P of x equal to ax+b എന്ന് എടുക്കുക. അപ്പോൾ ലെറ്റ് P of x equal to ax+b. അതില് ax+b എന്നതില് P of -1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുന്നതാണ്. അപ്പൊ P of -1 എന്ന് എഴുതി നോക്കാം. ആദ്യം P of 0 എടുക്കാം. P of 0 എന്ന് എഴുതി നോക്കാം. P of 0 എന്ന് പറഞ്ഞാൽ a × 0+b ആണ്. P of 0 എന്ന് പറഞ്ഞാൽ a × 0+b. അതിന് P of 0 എന്താണെന്ന് നമുക്കറിയാം, 1 ആണ്. അപ്പൊ 1 equal to a × 0 എന്ന് പറഞ്ഞാൽ 0+b, that is b equal to 1 എന്ന് കിട്ടും. b equal to 1 എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. P of 0 equal to 1 ആണെന്ന് നമുക്കറിയാം. P of 0 എന്ന് പറയുന്നത് നമ്മൾ പോളിനോമിയൽ ax+b എന്ന് എടുത്തു. അപ്പൊ P of 0 എന്ന് പറയുന്നത് a × 0+b. a × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0+b b. അപ്പൊ P of 0 b ആണ്. P of 0 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ b എന്ന് പറയുന്നത് 1 ആണ്. ഈ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. P of -1 equal to -2. അപ്പൊ P of -1 എന്ന് പറയുന്നത് x കാണുന്നിടത്ത് -1 കൊടുക്കും. അപ്പൊ a × -1 + b. a × -1 + b. a × -1 എന്ന് പറഞ്ഞാൽ -a + b. P of -1 എന്താണെന്ന് നമുക്കറിയാം, -2 ആണ്. അപ്പൊ -2 equal to -a + b എന്ന് വരും. അപ്പൊ -2 equal to -a + ബിയുടെ സ്ഥാനത്ത് 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ -2 equal to -a + 1. ഈ +1നെ കൂടി ഇപ്പറേറ്റ് കൊണ്ടുവരാം. അപ്പൊ ആഡിങ് 1 ഇപ്പറേറ്റ് വരുമ്പോൾ സബ്ട്രാക്ടിങ് 1 ആവും. അപ്പൊ -2 ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറേ അങ്ങേ സൈഡിലുള്ള +1 ഇപ്പുറം വരുമ്പോൾ ആഡിങ് 1 ഇപ്പുറം വരുമ്പോൾ സബ്ട്രാക്ടിങ് 1 ഈക്വൽ ടു -a. -2 -1 എന്ന് പറഞ്ഞാൽ ഒരേ സൈൻ ആണ്, ആഡ് ചെയ്തിട്ട് അതേ സൈൻ. അപ്പൊ -3 equal to -a എന്ന് വരും. അപ്പോ -a equal to -3 ആകുമ്പോൾ a equal to എന്ത് വരും? 3 എന്ന് വരും. കാരണം രണ്ട് നെഗറ്റീവ് ക്യാൻസൽ ആവാം. അപ്പൊ a equal to 3. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. നമ്മളെടുത്ത പോളിനോമിയൽ ax+b എന്നാണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ 3x + 1. അപ്പോ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് 3x + 1 എന്ന പോളിനോമിയലിന്റെ ഗ്രാഫാണ്. അപ്പൊ ഒരു ഗ്രാഫ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് അതെപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും.
ആ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫ് സൂചിപ്പിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് കണ്ടീഷൻ ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുന്നു. ഹൊറിസോണ്ടൽ ലൈനില് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 1, ഹൊറിസോണ്ടൽ ലൈനിൽ -1 കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ -2. ഏത് 2 പോയിന്റ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന പോയിന്റ് നമ്മൾ എടുത്തു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഗ്രാഫിൽ നിന്ന് 2 കണ്ടീഷൻ കിട്ടി. നമ്മള് പോളിനോമിയലിന്റെ രൂപം നമുക്കറിയാം, ax + b ആണ്. അപ്പൊ ലെറ്റ് ax + b ഈസ് ദി പോളിനോമിയൽ എടുക്കുന്നു. എയും ബിയും കിട്ടിയാൽ മതി നമുക്കിനി. അപ്പൊ അതിന് ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, p(0 = 1). അപ്പോൾ p(0) എന്ന് പറഞ്ഞാൽ x ആണ് കൊടുത്തു, 0 കൊടുത്തു. അപ്പോൾ b എന്ന് കിട്ടി. അപ്പോൾ b = 1 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ p(-1 = -2) ആണെന്നറിയാം. അപ്പോൾ p(-1) എന്ന് പറഞ്ഞാൽ x ആണ് കൊടുത്ത് -1 കൊടുത്തു. അപ്പൊ a × -1 + b, അത് -2 ആണെന്നറിയാം. ആ 2 കണ്ടീഷനിൽ നിന്ന് എയും ബിയും കണ്ടെത്തി, അത് എയുടെയും ബിയുടെയും സ്ഥാനത്ത് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടി 3x + 1. അപ്പോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് 3x + 1 എന്ന പോളിനോമിയലിന്റെ ഗ്രാഫാണ്. വേറെ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഏത് പോളിനോമിയലിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തണം. അപ്പൊ 2 കണ്ടീഷൻ വേണമല്ലോ. ഒന്നാമത്തെ കണ്ടീഷൻ ഒറിജിനിൽ തന്നെ നോക്കാം, 0 ആയി നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ 0 ആണ്, വെർട്ടിക്കൽ ലൈനിൽ 0 ആണ്. അപ്പോൾ p(0 = 0) എന്നൊരു കണ്ടീഷൻ കിട്ടും. മറ്റൊരു കണ്ടീഷനോ, വേറെ ഒരു കണ്ടീഷൻ കൂടി വേണ്ടേ? p(1) കണ്ടോ, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആ വരിക. അപ്പോൾ p(1) എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഹൊറിസോണ്ടൽ ലൈനിൽ 1ന് ഇതാണ് എക്സിന്റെ വാല്യൂ, വെർട്ടിക്കൽ ലൈനിലുള്ളതാണ് p(1), അത് p(x)ന്റെ വാല്യൂ, അത് 2 ആണ്. അപ്പോൾ p(1 = 2) എന്നറിയാം. ഇനി എന്ത് ചെയ്യണം? പോളിനോമിയൽ ഈസ് ax + b എന്നെടുക്കണം. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? p(0 = 0). ഇപ്പൊ p(0) എന്ന് പറഞ്ഞാൽ a × 0 + b. a × 0 എന്ന് പറഞ്ഞാൽ 0 + b, അത് 0 ആണെന്ന് നമുക്കറിയാം, കാരണം p(0 = 0 ആണ്. അപ്പൊ b = എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോ ബിയുടെ വാല്യൂ 0. ഇനി ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, p(1 = 2). അപ്പൊ p(1) എന്ന് പറഞ്ഞാലോ x കണ്ടു കൊടുത്ത് 1 കൊടുക്കുക. അപ്പൊ a × 1 + b = 2 എന്ന് കിട്ടും. അപ്പോ p(2 = a + b). a × 1 + b, a × 1 a + b എന്നായി. അത് 2 ആണെന്ന് നമുക്കറിയാം, p(1) 2 ആണെന്നറിയാം. അപ്പൊ p(1)ന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു, ഇപ്പൊ x-ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പൊ a + b = 2. അപ്പൊ a + b = 2 ആണ്. b 0 ആണെന്നറിയാം. അപ്പോ ബിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ a + 0 = 2 എന്നായി. അപ്പൊ a = 2 എന്നായി. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. നമുക്ക് പോളിനോമിയൽ എഴുതാം അല്ലെ? p(x) = ax + b എന്നായിരുന്നു പോളിനോമിയൽ എടുത്തിരുന്നത്. അപ്പോ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കണം. ബിയുടെ സ്ഥാനത്ത് 0 കൊടുക്കണം. അപ്പൊ p(x) = 2x. അപ്പോൾ p(x) = 2x. അപ്പൊ ഇവിടെ ഒറിജിനിലൂടെ കടന്ന്, അതായത് ഈ കൂട്ടിമുട്ടുന്ന കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്ന, അതിന്റെ ഒറിജിൻ എന്നാണ് സാധാരണ പറയുന്നത്, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ അല്ലെങ്കിൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എപ്പോഴും b 0 ആയിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വേറെ ഗ്രാഫ് പഠിപ്പിക്കുമ്പോൾ അറിയാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഇവിടെ ഒരു 2-ലൂടെ കടന്നു പോകുന്നുണ്ട്, -2-ലൂടെ കടന്നു. അപ്പൊ 2 കണ്ടീഷൻ ആ ലൈനിലുള്ള പോയിന്റ് എടുക്കായിരിക്കും നമുക്ക് എളുപ്പം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ p(0) കറസ്പോണ്ടിങ് ആയിട്ട് -2 ആണ്. അപ്പൊ p(0) -2 കേട്ടോ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് -2 ആണ്. p(x)ന്റെ വാല്യൂ ഇതിലും ഹൊറിസോണ്ടൽ ലൈനിൽ x-ന്റെ വാല്യൂ ആണ്. ഇനി x2 ആവുമ്പോൾ p(x) 0 ആണ്. 2-ന് നേരെ വെർട്ടിക്കൽ ലൈനിൽ 0 ആണ്. അപ്പോ p(2) = 0. അപ്പൊ ഈ 2 കണ്ടീഷൻ ഉണ്ട്. അപ്പോ p(0) -2, p(2) 0. എപ്പോഴും വെർട്ടിക്കൽ ലൈനിലെ പോയിന്റ് ആണ് p(x)ന്റെ വാല്യൂ. ഇത് x-ന്റെ വാല്യൂ ആണ്. അപ്പൊ x2 ആവുമ്പോൾ p(x) 0, x0 ആവുമ്പോൾ p(x) -2. അങ്ങനെയാണ് 2 കണ്ടീഷൻ. ഇനി എന്ത് ചെയ്യണം? ലെറ്റ് p(x) = ax + b. ഇനി എന്ത് ചെയ്യണം? ആദ്യ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. p(0) -2 ആണ്. p(0) എന്ന് പറഞ്ഞാൽ x കണ്ടുകൊടുത്ത് 0. അപ്പൊ a × 0 + b. അപ്പൊ a × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 + b, അത് എത്രയാണെന്നറിയാം? p(0) എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ p(0)ന്റെ സ്ഥാനത്ത് -2. അപ്പൊ -2 = 0 + b, that is b.
അപ്പൊ ബി ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇനി എന്ത് വേണം? സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. പി ഓഫ് 0 ഈക്വൽ ടു -2 ആണ് ഇപ്പൊ എടുത്തത്. ഇനി പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പൊ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് 2 കൊടുക്കുക. അപ്പൊ എ ഇൻറ്റു 2 പ്ലസ് ബി, അപ്പൊ 2a പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ 0 ഈക്വൽ ടു 2a പ്ലസ് ബി. അപ്പൊ 2a പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ബി -2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2a പ്ലസ് -2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ 2a പ്ലസ് -2നെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. -2 സബ്ട്രാക്ടിങ് 2 ഇപ്പോൾ വരുമ്പോൾ ആഡിങ് 2 ആവും. അപ്പൊ 2 ഈക്വൽ ടു 2a എന്നാവും. അപ്പൊ a ഈക്വൽ ടു 2/2, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. a ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം. നമ്മൾ എടുത്തിരിക്കുന്നത് ax പ്ലസ് ബി ആണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. ബിയുടെ സ്ഥാനത്ത് -2 കൊടുക്കണം. അപ്പൊ കണ്ടോ, ax പ്ലസ് ബി എന്ന് പറയുമ്പോൾ 1x പ്ലസ് -2. 1x എന്ന് പറഞ്ഞാൽ x -2. അപ്പോൾ x-2ന്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് കിട്ടിയാൽ അതിൽ നിന്ന് പോളിനോമിയൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാഫും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.